മരണത്തെക്കുറിച്ചുള്ളതാണ്. മരണത്തെക്കുറിച്ചുള്ളതല്ല ചോദ്യം. എൻ്റെ കർത്താവ് എൻ്റെ മുൻപിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഈസ് മൈ ലൈഫ് റെഡി? അവനെ സ്വീകരിക്കാനും മാത്രം എൻ്റെ ലൈഫ് ഒരുക്കമുള്ളതാണോ? വിശുദ്ധമാണോ? അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണോ? ഭാഗ്യവാന്മാരെന്നാണ് പറയണേ. തമ്പുരാനെ, അങ്ങയെക്കുറിച്ച് ഓർക്കണ പോലുമില്ല, അങ്ങയുടെ വരവിനെക്കുറിച്ചുള്ള ചിന്ത പോലുമില്ല. മാറാനാത്ത എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു ആദിമ ക്രൈസ്തവ സഭയിൽ, എല്ലാ മനുഷ്യരുടെയും നാവിൽ. തങ്ങളെ രക്ഷിക്കാനായി വീണ്ടും വരുന്ന ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ പ്രാർത്ഥന ഇവരുടെ ജീവിതത്തെ ഇങ്ങനെ അടിമുടി ഉടച്ചു വാർത്തിരുന്നു എന്നുള്ളത്. അവന് വേണ്ടിയിട്ട് ഈ ജീവിതത്തെ അവരെ മാറ്റിയെടുത്തിരുന്നു. എല്ലാം അവിടെ ഫോക്കസ്ഡ് ആയിരുന്നു. മാറാനാത്ത കർത്താവെ, വീണ്ടും വരണമേ, വേഗം വരണമേ, വീണ്ടും വരണമേ. ഈ ഒരു പ്രാർത്ഥന, തങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ആ ഒരു യജമാനന് വേണ്ടി അവർ ഇപ്പം വന്നാൽ ഞാൻ റെഡി എന്നുള്ള രീതിയിൽ നിൽക്കാം. എല്ലാം ഒരുക്കി കാത്തു വെക്കാം. ഒരച്ഛനെ ഓർമ്മയുണ്ട്, എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അതുവരെയുള്ള എല്ലാ കണക്കും കൃത്യമായിട്ട് എഴുതി വെക്കും. അതുവരെയുള്ള എല്ലാ രജിസ്റ്ററുകളും കൃത്യമായിട്ട് എഴുതി വെക്കും. അതുവരെയുള്ള ഫോൺ കോളുകൾ വിളിച്ചു തീർക്കാനുള്ളവർ, ദേഷ്യമുള്ളവർ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് മാത്രം ഉറക്കത്തിൽ. പ്രാക്ടിക്കലാണോ എന്ന് ചോദിക്കാം. ആണെന്നേ, ആണ്. കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആള്. ഇങ്ങനെ ഒരുക്കമുള്ള മനുഷ്യരിലേക്ക് അവർക്ക് പേടിയില്ലാതെ ഉറങ്ങാൻ പറ്റും. അവർക്കൊരു ഭയപ്പാടും ആകുലതകളുമില്ലാതെ കിടക്കയിലേക്ക് പോകാൻ പറ്റും. കാരണം ലോർഡ്, ഐ ആം പ്രിപ്പയർഡ്, ഐ ആം റെഡി, പ്ലീസ് കം മാറാനാത്ത. ഞങ്ങളുടെ ജീവിതവും ഇങ്ങനെ ഒന്ന് ഒരുക്കമുള്ളതാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് തമ്പുരാനെ. നിന്നെ സ്വീകരിക്കാനും തക്ക ഒരുക്കത്തിൽ ഞങ്ങൾ ജീവിക്കാൻ, അതിനുവേണ്ടി എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും അത് ഇന്ന് നടത്തേണ്ടത് ഇന്ന് നടത്തി, ഇന്ന് തീർക്കേണ്ടത് ഇന്ന് തീർത്ത്, ഒരാളോടുമുള്ളിൽ ഇങ്ങനെ വിദ്വേഷമില്ലാതെ ചെയ്തു തീർക്കേണ്ട കടമകളും കടങ്ങളും ഒക്കെ ചെയ്തു തീർത്ത് കർത്താവെ ജീവിക്കാൻ. പ്രാക്ടിക്കലല്ല എന്ന്, ബുദ്ധിമുട്ടുള്ളതാണെന്ന്, പ്രയാസത്തിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ കടന്ന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഇത് സ്വർഗം ഞങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഒരുക്കമുള്ളവരായിരിക്കാൻ. യജമാനൻ ഏത് പാതിരാത്രിയിൽ വന്നാലും, കർത്താവ് ഉപയോഗിക്കുന്ന വാക്കിതാണ്, അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ.